നമസ്കാരം കൂട്ടുകാർ. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോലിയൊക്കെ കഴിഞ്ഞ് കിട്ടിയ സമയം കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ സൂര്യാസ്തമയത്തെക്കുറിച്ചുള്ളതല്ല. കഴിഞ്ഞ ദിവസം ഞാൻ നടത്തിയ ഒരു യാത്രയെ കുറിച്ചാണ്. കോപ്പൻഹേഗനിൽ നിന്ന് ഫ്ലൈറ്റിൽ ഞാൻ ഡബ്ലിനിൽ വന്നു, അയർലൻഡിൽ നിന്ന് ബസ് മാർഗം കരമാർഗം ബെൽഫാസ്റ്റ് തന്നെ UK ഭാഗമായിട്ടുള്ള അയർലൻഡാണ്. അവിടെ നിന്നൊരു ഹാനോൺ കോച്ച് എന്ന് പറഞ്ഞൊരു ബസ്സിൽ കയറി. ആ ബസ് എന്നെ ജങ്കാറി കയറ്റി. ജങ്കാർ എന്ന് പറഞ്ഞാൽ ഷിപ്പ് പോലത്തെ വൺ സെറ്റപ്പുള്ള ഒരു സാധനമാണ്. അതിൽ കയറ്റി ഒരു 3 മണിക്കൂറിൻ്റെ അടുത്ത് ഷിപ്പിൻ്റെ ഉള്ളിലായിരുന്നു. അവിടെ നിന്ന് കയറി നമ്മൾ ഗ്ലാസ്ഗോയിൽ വന്നു. പിന്നെയും ഒരു 1.5 മണിക്കൂർ കരമാർഗം തന്നെ വന്നോട്ടോ. ആ യാത്ര നിങ്ങളെ കാണിച്ചു തരാനാണ്. നല്ല രസമാണ്. നമ്മൾ പയ്യെ ബസ്സിൽ, നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള ബസ്സാണ്. ആ ബസ്സിൽ കയറി നമ്മൾ ജങ്കാറിൽ കയറുന്നു. ജങ്കാറിൻ്റെ ഉള്ളിലൊക്കെ അടിപൊളി സെറ്റപ്പ്. അപ്പോൾ ഇനി ഞാൻ അധികം ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് പയ്യെ വീഡിയോയിലേക്കാണ് പോവാം അല്ലേ. കാണാട്ടോ. ബസ് നല്ല നീറ്റായിട്ടുള്ള ബസ്സാണ് കേട്ടോ. നമ്മൾ എയർപോർട്ടിൽ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലൊക്കെ കയറുന്നൊരു പ്രതീതിയാണ്. നല്ല നീറ്റും, ആൾക്കാരൊക്കെ വളരെ കുറവായിരുന്നു. ഇപ്പം നമ്മൾ പോകുന്നത് ഈ ബോർഡ് ചെയ്യാനുള്ള പോർട്ടിലേക്കാണ് കേട്ടോ. ട്രാഫിക് ഉണ്ട്. കാലത്തിന് ഒരു 10-10:30 മണിയൊക്കെ ആയിട്ടുള്ളൂ. സണ്ണിയാണ്. ബസ്സിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ. നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം. വാഷ് ബേസിനൊക്കെ ഉണ്ട്, കൈ കഴുകാനൊക്കെ ആയിട്ട്. ബാത്റൂം വരെ ഉണ്ട്. ബാത്റൂമല്ല, ടോയ്ലറ്റ് ജസ്റ്റ്. ഈ ബസ് തന്നെയാണ് നേരിട്ട് ഷിപ്പിലേക്ക് കയറ്റണത് കേട്ടോ. നമുക്ക് ഷിപ്പിൻ്റെ അവിടെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് പിന്നെ നമുക്ക് ഇറങ്ങേണ്ട കാര്യമുള്ളൂ. നമുക്ക് കാണാട്ടോ പോർട്ട്. ഞങ്ങൾ വണ്ടിയിലങ്ങോട്ട് 4-5 പേരേ ഉള്ളൂ. ഒരു കപ്പിളുണ്ട്, പ്രായമായ ഒരു കപ്പിളുണ്ട്, പിന്നെ 2-3 ചെറുപ്പക്കാർ. ഈ ട്രിപ്പൊക്കെ എങ്ങനെ ഇവർക്ക് മുതലാവണമെന്നുള്ളത് മനസ്സിലാവണില്ല കേട്ടോ. നമ്മൾ പോർട്ടിലേക്ക് എത്തുകയാണ്. ഇവിടെ നിന്നാണ് ഇനി ഒഫീഷ്യലായിട്ട് നമ്മൾ മെയിൻലാൻഡിലേക്ക്. മെയിൻലാൻഡ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും കൂടി ചേർന്നതാണ്, വെയിൽസും കൂടി ചേർന്നാണ് മെയിൻലാൻഡ്. മെയിൻലാൻഡിലേക്ക് നമ്മൾ ഇവിടെ നിന്നാണ് ഇനി എൻട്രി. ഇത് അയർലൻഡിൻ്റെ ഭാഗമാണ് ബെൽഫാസ്റ്റിൽ. ഇപ്പോൾ നമ്മൾ ബെൽഫാസ്റ്റിൽ തന്നെയാണ്. ബെൽഫാസ്റ്റ്, ഡബ്ലിൻ എന്ന് പറഞ്ഞാൽ മറ്റേ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അയർലൻഡിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ അയർലൻഡ് എന്ന് പറയുന്ന ദ്വീപിൽ നിന്ന് നമ്മളിപ്പോൾ മെയിൻലാൻഡിലേക്ക്, UK-യും മറ്റേ ലണ്ടനും സ്കോട്ട്ലൻഡും ഒക്കെ അതും ഒരു ദ്വീപാണല്ലോ, അതിലേക്കാണ് ഇവിടുന്ന് കയറണത്. ദൂരെ കാണാട്ടോ നമ്മുടെ ഷിപ്പ്. അവിടെ നമ്മളെ വെയിറ്റിംഗ് ആണ്.
ഒത്തിരി വാഹനങ്ങളുണ്ട് കേട്ടോ, കാറുകൾ, ജീപ്പുകൾ, ഒത്തിരി വാഹനങ്ങൾ. ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് കയറി പോകുന്നവരെയൊക്കെ ഞാനൊക്കെ ജനലിൽ കൂടെ നോക്കിയാൽ കാണാമല്ലോ, നമ്മുടെ ചില്ലിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ചില വാഹനങ്ങളൊക്കെ ബോർഡർ സെക്യൂരിറ്റിക്കാർ ചെക്ക് ചെയ്യുന്നുണ്ട്. ബസ്സും കാര്യമൊന്നും ചെക്കിങ് ഉണ്ടായിരുന്നില്ല കേട്ടോ. കാറുകളും കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്, എന്ത് കാര്യങ്ങളൊക്കെയാണ് മെയിൻ ലൈനിലേക്ക് കൊണ്ടുപോകണത്, ആരൊക്കെയാണ് പോകുന്നത് എന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ബസ്സിൻ്റെ ഉള്ളിലൊന്നും കയറിയില്ലായിരുന്നു കേട്ടോ. ഇതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ പല രീതിയിൽ പോയിട്ടുണ്ടെങ്കിലും ഇതൊരു നല്ലൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് സമയമുണ്ടെങ്കിൽ മാത്രമാണ് ഈ യാത്ര പറ്റുള്ളൂ, സമയമില്ലെങ്കിൽ പറ്റില്ല. സാധാരണ ഇത് നമ്മളിപ്പോൾ ഗ്ലാസ്ഗോയിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് പിടിച്ച് നേരെ കോപ്പൻഹേഗനിൽ പോയി കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ കൊണ്ട് നമുക്ക് 2-2.5-3 മണിക്കൂർ കൊണ്ട് നമുക്ക് മാക്സിമം കോപ്പൻഹേഗൻ എത്താം. തിരിച്ചും അതുപോലെ തന്നെ. ഈ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഫ്ലൈറ്റ് തന്നെ ഉണ്ട്, ഡബ്ലിൻ വരെയുള്ള ഫ്ലൈറ്റ് തന്നെ എനിക്ക് ഒരു 2.5 മണിക്കൂറുണ്ട് ഫ്ലൈറ്റ്. അത് കഴിഞ്ഞ് ഡബ്ലിനിൽ നിന്ന് ബെൽഫാസ്റ്റിലേക്ക് വന്നല്ലോ. ഡബ്ലിൻ അയർലൻഡിൻ്റെ മറ്റേ ഇൻഡിപെൻഡൻ്റായിട്ടുള്ള അയർലൻഡിൻ്റെ ഭാഗമാണ്. അവിടെ നിന്ന് ബെൽഫാസ്റ്റിലേക്ക്, UK ഭാഗമുള്ള അയർലൻഡിലേക്ക് കടന്ന് അതിന് 1 മണിക്കൂർ 1.5 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ജങ്കാർ വഴിയുള്ള യാത്ര. ഇതും ഒരു 3 മണിക്കൂർ 3.5 മണിക്കൂർ എടുത്താലാണ് നമ്മൾ ഗ്ലാസ്ഗോ വരെ എത്തുള്ളൂ. അപ്പോൾ ന്യായമായ ടൈമുണ്ട്, പക്ഷേ ഒരു പണിയില്ലാത്തവർക്ക് രസമാണ് വണ്ടിയിലും ഇതുമൊക്കെ ഇരുന്ന് ഇങ്ങനെ കയറി പോവുക. ഇപ്പം ഞാൻ ഈ കയറിയിരിക്കുന്ന ബസ് ഹാനൻ കോച്ച് എന്ന് പറഞ്ഞൊരു കോച്ചാണ്. അവർ തന്നെ നമ്മൾ ബസ്സിലിരുന്നാൽ മാത്രം മതി. ബസ് തന്നെ നേരെ ഇപ്പോൾ ഈ ജങ്കാറിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ കയറ്റി. ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ജങ്കാറിൻ്റെ ഉള്ളിൽ കയറ്റി, ഷിപ്പിൻ്റെ ഉള്ളിൽ കയറ്റി. ഉള്ളിലെത്തി കഴിയുമ്പോൾ അയാൾ പറയും ഇന്ന സ്ഥലത്താണ് നമ്മൾ പാർക്ക് ചെയ്തേക്കുന്നത്, ഇന്ന സ്റ്റെയർ കേസ്. ഷിപ്പിൻ്റെ ഉള്ളിൽ കുറേ സ്റ്റെയർ കേസുകൾ, കളറുകളുണ്ട്. അതിൽ ഇന്ന കളറിൻ്റെ അടുത്താണ് നമ്മൾ ഇന്ന കളറിൻ്റെ അടുത്താണ് നമ്മൾ പാർക്ക് ചെയ്തേക്കണതെന്ന് അയാൾ കൃത്യമായിട്ട് വിളിച്ച് പറയും. ചുമപ്പ്, പച്ച, നീല. അപ്പം ഞങ്ങൾ നിർത്തിയിരുന്നത് ചുമന്ന സ്റ്റെയർ കേസിൻ്റെ അടുത്താണ്. അപ്പോൾ അതുവഴി നമ്മൾ കയറി പോകുമ്പോൾ 3 നിലയായിട്ട് കയറി കഴിയുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാനും ഇരിക്കാനും വിശ്രമിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. നമ്മൾ വരുമ്പോൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ വണ്ടി താഴത്തുണ്ടാവും. ആ വണ്ടിയിൽ കയറിയിരിക്കുക. ആ വണ്ടി പിന്നെ നേരെ നമ്മളെ ഗ്ലാസ്ഗോയിലേക്ക് കപ്പലിൽ നിന്ന് ഇറക്കി പിന്നെയും അവരൊരു 2-2.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഗ്ലാസ്ഗോ വരെ കൊണ്ടുപോകണം. അങ്ങനെയാണ് 43 പോകുന്നതാണ് ഇപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കാണുന്നത്. ആ തുമ്പിക്കൈ പോലെ സൈഡിലിരിക്കുന്ന സംഭവങ്ങൾ യാത്രക്കാർക്ക് നേരിട്ട് വന്ന് ഷിപ്പിൻ്റെ വെവ്വേറെ ഹൈറ്റിലേക്ക് കയറാനായിട്ടുള്ളതാണ് കേട്ടോ. രസമാണ്. നമ്മളിപ്പോൾ വണ്ടിയിൽ പോകുന്നവരാണ്, വണ്ടി നേരിട്ട് കയറി പോവാണ്. ആൾക്കാർക്ക് നേരിട്ട് വേണമെങ്കിൽ അവിടെ വന്ന് ഇറങ്ങാൻ, നേരിട്ട് ഷിപ്പിൻ്റെ ലെവലിലേക്ക് തന്നെ നേരിട്ട് വന്ന് കയറാം. ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം. Ladies and gentlemen, we are on deck number 5 and we're going to be using the red stairs. So just remember that, please, come down the same stairs as you go up, just makes it speedy, more speedy on the far side. So red stairs, deck number 5. The stairs are going to be to the back of the bus, so as soon as you come out of the stairs you'll see the back of the bus. Thank you. Thank you. When returning to the ഇപ്പോൾ നമ്മൾ മുകളിലോട്ട് പോവുകയാണ്. ഡ്രൈവർ പറഞ്ഞു ഇങ്ങനെ ചുവന്ന ഗേറ്റിൻ്റെ അവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്തത്. ഇതിൻ്റെ ഉള്ളുണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ. എല്ലാം ഡ്യൂട്ടി ഫ്രീ വരെയുള്ള പർച്ചേസ് ചെയ്യാനുള്ളത്, ഭക്ഷണം കഴിക്കാൻ, ബിയർ കഴിക്കുന്നവർ ബിയർ കഴിക്കാൻ, അടിപൊളി സെറ്റപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. ഒന്നും പറയാനില്ല. എന്തുമാത്രം സീറ്റാണെന്നറിയാം. എവിടെ വേണേലും പോയിരിക്കാം, ആരും നമ്മളൊന്നും പറയില്ല. ഭക്ഷണം കഴിക്കുന്നവർക്ക് ഭക്ഷണം കഴിക്കാം, നടക്കുന്നവർക്ക് നടക്കാം. ഞാൻ ആദ്യമൊന്നും മൊത്തത്തിലൊന്ന് കയറിയൊന്നും നടന്നുകൊണ്ട്, നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഈസ്റ്റ് എന്നാൽ അതിൻ്റെ ഉള്ളിലൊക്കെ കയറുന്നത്. ഞാൻ മൊത്തത്തിലൊന്ന് കയറിയൊന്ന് നടന്ന് പിന്നെ ഒന്ന് മൊത്തത്തിലൊന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയായിരുന്നു. പുറത്ത് നല്ല തണുപ്പും കാറ്റുമൊക്കെയാണ്. സീറ്റുകളൊക്കെ കണ്ടോ, വലിയ സെറ്റപ്പ്.
ആ ജനലൊക്കെയൊക്കെ പോയിരുന്ന് നമുക്ക് കാഴ്ച കണ്ടിങ്ങനെ ഇരിക്കാട്ടാ. ഈ ഒരു നമ്മളിപ്പോൾ ഷിപ്പിൽ മറ്റേ വിമാനത്തിൽ പോണതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കാലുവേദനയൊന്നുമില്ല. നമുക്ക് എണീച്ച് നിൽക്കാം, നടക്കാം, പുറത്തിറങ്ങി നിന്ന് കാറ്റ് കൊള്ളാം. അങ്ങനെ ഒരുപാട് പ്രയോജനങ്ങളുണ്ട് ഈ യാത്രയിൽ ഞാൻ കണ്ടത്. വിമാനത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ 2 മണിക്കൂർ 2.5 മണിക്കൂർ ഇങ്ങനെ ഇരിക്കണമല്ലോ, പിടിച്ചിരിക്കണം. ഇവിടെ ഒന്നുമില്ല. ഇവിടെ നല്ല ലാവിഷായിട്ടൊരു ബിയറൊക്കെ വിട്ട് എൻജോയ് ചെയ്യുന്ന ടീമുകളാണെങ്കിൽ എൻജോയ് ചെയ്തിരിക്കാം. ഇൻ്റർനെറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതുപോലെ ഇത് UK ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് ഒട്ടുമിക്ക ലൈനുകളും കിട്ടുകയും ചെയ്യും. ടെലിഫോൺ ലൈനിൽ റേഞ്ചൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇടയ്ക്കെങ്ങാണ്ട് ഫ്രാൻസിൻ്റെ ലൈനൊക്കെ പിടിച്ചു തോന്നുന്നു. അല്ലെങ്കിൽ മിക്കവാറും തന്നെ നമ്മുടെയൊക്കെ ലൈനുകളൊക്കെ തന്നെ കിട്ടുമായിരുന്നു, ഫോൺ ലൈനൊക്കെ. ഇപ്പോൾ കപ്പലിൻ്റെ ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണ് അവിടെ ഇരിക്കുമ്പോൾ. പുറത്തിറങ്ങുമ്പോഴാണ് കേട്ടോ നല്ല കാറ്റാണ്, തണുപ്പുമാണ്. എന്നാലും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. നല്ല രസമാണ് പുറത്ത് അവിടെ നിൽക്കാനായിട്ട്. സാധാരണ വല്ല പട്ടികൾക്ക് വന്നവരെ പുറത്തുണ്ടായിരുന്നുള്ളൂ. പിന്നെ സീർട്ട് കൊടുക്കുന്നത് തണുപ്പത്ത് ആരെയും കൊണ്ടുപോയി പുറത്തിരിക്കാനായിട്ട് ഈ കാറ്റ് കൊണ്ടുപോകുന്നു. നല്ല ഫീലിംഗ് ആണ്, നല്ല രസമാണ്. തുറന്ന കടൽ, പക്ഷെ നമ്മുടെ അവിടുത്തെ കടലിനെ പോലെ അത്ര വലിയ ഭീകരമായിട്ടുള്ള കടലല്ല, ക്വയറ്റായിട്ടുള്ള കടലാണ് കേട്ടോ. ഈ സൈഡിലൊക്കെ വെള്ളം കിടപ്പുണ്ട്, കുത്തലടിച്ച് മഴയുടെയും ഒക്കെ സൂക്ഷിച്ചതാണ്. നമ്മളിങ്ങനെ അങ്ങനെ സ്റ്റെയർ കേസൊക്കെ കയറി പോയി നോക്കിയിട്ടോ. അങ്ങനെ ഇതിൻ്റെ പല ഭാഗങ്ങളിലായിട്ടാണ് സ്റ്റെയർ. അത് മുകളിൽ താഴെ വരെ സ്റ്റെയർ കേസ് പോകുന്നത്. പാർക്കിംഗ് പറയുന്നത് ഏറ്റവും താഴെയാണ് വണ്ടിയിലൊക്കെ പാർക്കിംഗ്. ഇങ്ങനെ ഏറ്റവും മുകളിൽ വന്നില്ല. ഇനി ഇതിൻ്റെ മുകളിലെ പോക്കുകളിൽ മാത്രമേ ഇവിടെ വരെ ആൾക്കാർക്ക് ഇരിക്കാനായിട്ട് കസേര ബഡ്ജറ്റ് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചീറ്റി വണ്ടികളൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ്. കാര്യമായിട്ട് കട്ടൊന്നും ചെയ്തില്ല കേട്ടോ. ഇതിലുള്ള യാത്രയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ട് മാക്സിമം പിടിച്ച് ഫുള്ളായിട്ട് പിടിച്ച് ഒരു 3 മണിക്കൂർ 2.5 മണിക്കൂർ എടുത്ത് കടൽ കവർ ചെയ്യാനുണ്ട്. ഒന്നും എടുത്തിട്ടില്ല, ഒത്തിരി ചെറുതാക്കാനും പോയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫീലിംഗ് കിട്ടില്ല. നമ്മളിങ്ങനെ കടലിൽ കൂടെ നിൽക്കണം, പോയിക്കൊണ്ടിരിക്കാമെന്നുള്ളത് ഫീലിങ്ങിന് വേണ്ടിയിട്ട്. എപ്പോഴും മുകളിൽ നിൽക്കുന്ന കാരണമാണെങ്കിൽ സൂര്യപ്രകാശം അടിക്കാനും
മേഘങ്ങളല്ലാത്ത സ്ഥലത്ത് വരുമ്പോൾ നല്ല സൂര്യപ്രകാശം കിട്ടും. ഈ മേഘങ്ങൾ നിൽക്കുമ്പോഴാണ് സൂര്യപ്രകാശം താഴ്ത്തിയത് താഴ്ത്തിയത്. ആരും ഇല്ലാട്ടോ നമ്മളടുത്ത് അവിടെ നടക്കാൻ പാടില്ല ഇവിടെ നടക്കാൻ പാടില്ല എന്ന് പറയാൻ ആരുമില്ല. നമ്മളെവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ ആൾക്കാർ എന്തൊക്കെ ഒപ്പിച്ചേനെ എവിടെയൊക്കെ നടക്കും. അങ്ങനെയുള്ള വിഷയങ്ങൾ ആൾക്കാർക്ക് സ്വന്തമായിട്ടൊരു റെസ്പോൺസിബിലിറ്റി ഫീലിംഗ് കിട്ടുന്നുണ്ട്. അത് കാരണം ഈ സമൂഹത്തിനെ നിയന്ത്രിക്കാൻ വളരെ എളുപ്പമായിട്ട് ആണ്. ഉത്തരവാദിത്വബോധമുള്ളവരാണ് എവിടെയാണെങ്കിൽ പബ്ലിക്കിൽ എങ്ങനെ പെരുമാറണമെന്നുള്ളവർക്കറിയാം. അതുകൊണ്ട് ഗവൺമെൻറ്റിനും കാര്യമൊക്കെ ഇച്ചിരി എളുപ്പമുണ്ട് കാര്യങ്ങൾ. ഉച്ചയായി നല്ല വിശപ്പായ കാരണം എന്ത് ചെയ്തു, ഒരു ബർഗറും കുറച്ച് ചിപ്സും വാങ്ങിച്ച് കഴിക്കാമെന്ന് വെച്ചൊരു ചായ നമുക്ക് ഇഷ്ടം പോലെ ഫില്ല് ചെയ്യായിരുന്നു കേട്ടോ. 5 പോയിന്റ് മാറ്റിയായിരുന്നു. മെച്ചമുണ്ടായില്ല, ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തെങ്കിലും കഴിക്കണ്ടേന്ന് വെച്ചാൽ കഴിച്ചു. പ്ലാസ്റ്റിക് വെച്ചുണ്ടാക്കിയ പോലെയാണ് ബർഗർ. പിന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നില്ല, അതിന് എന്തെങ്കിലും കഴിക്കണമെന്ന് അങ്ങനെ കഴിച്ചു നോക്കിയതാണ്. തൊട്ടടുത്ത് ചിക്കുകാരൻ ടിക്ക മസാലയും ചോറും കഴിക്കുന്നുണ്ടായിരുന്നു, ബസ്മതി റൈസ്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് കഴിച്ചാൽ മതിയായിരുന്നു. എന്ത് ചെയ്യാൻ പോയ ബുദ്ധി ആലോചിച്ചപ്പോൾ ചേട്ടനും വന്നായിരുന്നു കൊണ്ട് നമ്മളെ പോലെ കാഴ്ച കാണാനായിട്ട്. ആഴം വെള്ളം കണ്ടറിയാം, നല്ല തിക്കായിട്ട്. For all car drivers and their passengers, you will shortly be called to return to the car deck. Please be aware of trip hazards on the car deck when returning to your vehicles. Thank you for your attention. സൈഡിൽ കാണുന്ന ട്യൂബ് പോലെയുള്ളത് യാത്രക്കാർക്ക് നേരിട്ട് ഇറങ്ങും, നടന്നിറങ്ങുന്നവർക്ക്. നമ്മളിപ്പോൾ ബസ്സിൽ തന്നെ കയറി, പിന്നെയും താഴ്ത്തുനിന്ന് ബസ്സിൽ കയറി, ബസ്സാണ് ഇപ്പോൾ നമ്മളെ ഇറക്കി കൊണ്ടുപോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും കരയിലെത്തി. മനോഹരമായ സ്കോട്ട്ലൻഡിലെ
കടൽ തീരത്തിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ കുറേ നേരം പോകുന്നുണ്ട്. നല്ല മനോഹരമായ കാഴ്ചയാണ് കേട്ടോ, കണ്ടിരിക്കുക.